ദീപക് ഭയങ്കര ഫുഡിയാണോ? ചെറുതായിട്ടൊക്കെ ആവശ്യത്തിന്. ഈ ഭക്ഷണം തേടിപ്പോയി കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്? ഇല്ല, തേടിപ്പോയി കഴിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് അവിടെ നല്ല ഫുഡ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കഴിക്കാറുണ്ട്. കണ്ണൂർ കുറെ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സ്ഥിരം കഴിക്കുന്ന ഒരു സ്ഥലം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പ്ലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അമ്മച്ചിയുടെ ഒരു കടയുണ്ട്. ഒരു പ്രായമുള്ള ചേച്ചി നിൽക്കുന്ന ഒരു കട. നല്ല മട്ടൺ റോസ്റ്റ്, ചോറും മീനൊക്കെ ഉണ്ടാവും. അവര് ചീത്ത പറയാ പുള്ളി, അതായത് ഫുള്ള് കഴിച്ചില്ലെങ്കിൽ ചിലപ്പം ചൂടാവും. എന്താ ഫുള്ള് കഴിക്കാത്തത്, നിനക്ക് എന്താ ഫുള്ള് കഴിച്ചിട്ട്? സ്നേഹത്തിന്റെ. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയാ ആ ടേസ്റ്റ് ഇപ്പഴേ എനിക്ക് നല്ല ചൂട് ചോറും മട്ടൻ കറിയും ഒക്കെ കുഴക്കാനായിട്ട് നല്ല. ചില ദിവസങ്ങളിൽ ഒരു ചെറിയൊരു പുക വയ്ക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അടുപ്പിൽ വെക്കുന്നതിന്റെ ചില ദിവസം. പക്ഷെ അത് ഭയങ്കര, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അടുപ്പിൽ വെക്കുന്ന ഭയങ്കര ടേസ്റ്റാ. നമ്മൾ ഈ ഗ്യാസിനെക്കാട്ടിലും ആ സ്ലോ കുക്കിംഗ് നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന. ഇനിയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പാർസൽ മേടിച്ചോണ്ട് വരാം. ഞങ്ങളൊക്കെ കൊച്ചിയിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ തിളപ്പിച്ചാലും കഴിച്ചോളാം. പക്ഷെ ആ ചൂടത്ത് കഴിക്കുമ്പോൾ, ആ ചൂടോടെ കഴിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് കഴിച്ചോളാം. ദീപക് കൊണ്ട് തന്നാ മതി. അല്ല, അപർണ നല്ലതായിട്ട് കുക്ക് ചെയ്യും. അത്യാവശ്യം കഴിക്കാത്തക്ക രീതിയിലൊക്കെ ദീപകിന് ഏതാ ഇഷ്ടം? നോൺ വെജിൽ ഏറ്റവും ഇഷ്ടം മട്ടൺ ആണോ ചിക്കൻ? ഞാൻ എല്ലാം കഴിക്കും. ചിക്കൻ ഇല്ല, ഞാൻ എല്ലാം. അതായത് ഇപ്പൊ കുതിര ഇറച്ചി ഞാൻ കഴിച്ചു നോക്കിയിട്ടായിരുന്നു. എനിക്ക് കുതിര ഭയങ്കര ഇഷ്ടമുള്ള വിഭവമല്ല. എനിക്ക് ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെറുതായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചെയ്തിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ അടുത്ത് കസാഖിസ്ഥാനിൽ പോയ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടുത്തെ എന്താണ് അവരുടെ ഫുഡ് മെയിൻ ഡിഷ് നോക്കിയിട്ട് കഴിച്ചു നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പരീക്ഷണം. അപ്പൊ അങ്ങനെ കുതിരയാണ് അവിടെ മെയിൻ. അപ്പൊ കഴിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചിക്കൻ മാരിയോ മട്ടൺ മാരിയോ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഞാനൊരു കുറച്ചൊരു റൗണ്ട് ഒരു പീസ് 2 പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെറിയ സ്ലൈസ് ആയിരുന്നു. അപ്പൊ അത് എന്തിന്റെ ടേസ്റ്റ്? അത് കുതിരയുടെ ടേസ്റ്റ് അല്ല ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കുതിരയുടെ ടേസ്റ്റ്. അത് ആക്ച്വലി എന്തിന്റെ ടേസ്റ്റ്? ഇപ്പൊ നമ്മളൊരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് കഴിക്കുമ്പോ അത് ഒത്തിരി ഫൈബർ പോലെ അല്ലേ, അങ്ങനെയാണോ? അതോ മട്ടൺ കഴിക്കുന്നതിന്റെ പോലെ? അല്ല, മട്ടൺ കഴിക്കുന്ന പോലെ ഇത് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. കട്ടിയല്ല, നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ കിട്ടില്ല. പക്ഷെ എന്നാലും മീറ്റിന്റെ ടേസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 2 പീസാണ് എനിക്ക് തന്നത്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോ എനിക്ക് കുറച്ച് ഉപ്പിന്റെ ടേസ്റ്റ്, ഉപ്പ് കുറച്ച് ഹൈ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ആക്കിയതായിരിക്കാം. അല്ലാതെ എനിക്കൊന്ന് ആ ഉപ്പിന്റെ ടേസ്റ്റും കൂടി ഇല്ലെങ്കിൽ അത് കുറച്ച് നമുക്കൊരു കൊള്ളില്ല. പിന്നെ മുതലേനെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കി മുതല ആക്ച്വലി ടേസ്റ്റ് ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കുതിരനെയും കഴിക്കൂല, എനിക്ക് കഴിക്കൂല.